വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പാലക്കാട്ടെ രാസലഹരി കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുന്നു. മണ്ണാർക്കാട് സ്വദേശി സലീമിനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. സലീമിന്റെ നേതൃത്വത്തിലായിരുന്നു വൻതോതിൽ ലഹരിക്കടത്ത് കേരളത്തിലേക്ക് എത്തിച്ചത്. രാസലഹരിക്കടത്തിന് പിന്നിൽ ആഫ്രിക്കൻ സംഘമെന്നാണ് സംശയം. ജില്ലാ ഡാൻസർ സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, അങ്ങനെ വേഗത്തിൽ മുഖ്യപ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് പിടികൂടിയത് സലീമിനെ? ഇന്നലെയാണ് പാലക്കാട് ഒലിവക്കോട് വെച്ച് 3 അംഗ സംഘത്തെ വൻ രാസലഹരി ശേഖരവുമായി ജില്ലാ ഡാൻസർ സ്ക്വാഡ് പിടികൂടിയത്. MDMAയും LSD സ്റ്റാമ്പുകളും കൊക്കൈനും അതിനോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഈ 3 അംഗ സംഘത്തിന്റെ കയ്യിൽ നിന്നും പോലീസ് പിടികൂടിയത്. ഈ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ അത് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള സലീമാണെന്ന് നേരത്തെ തന്നെ ഡാൻസർ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ കോയമ്പത്തൂരിൽ നിന്ന് കാരിയർമാർക്ക് ലഹരി മരുന്ന് നൽകിയ ശേഷം സലീം പാലക്കാട്ടേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. പിന്നീട് ഡാൻസർ സംഘം നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കിടയിലാണ് ഇന്നലെ സലീം പിടിയിലായിട്ടുള്ളത്. സലീം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ വിശദമായി പോലീസ് സംഘം ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ പ്രാഥമികമായി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് സംഘത്തിന് ലഭിച്ച വിവരം ബാംഗ്ലൂരിലെ ആഫ്രിക്കൻ സംഘത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ലഹരി മരുന്നുകൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ അന്വേഷണം വ്യാപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ സലീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും, മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഈ ലഹരി മരുന്ന് കേരളത്തിലേക്ക് എത്തി പിടികൂടിയപ്പോൾ പോലീസ് അറിയിച്ചിരുന്നത് ഏകദേശം 1 കോടി രൂപയിലേറെ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയെന്നുള്ളതാണ്. ഈ ലഹരി കടത്തിന്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സും സലീം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളെ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തും, വിശദമായി ചോദ്യം ചെയ്യും. പാലക്കാട്ടേക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ പലയിടങ്ങളിലേക്കും കാരിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് ലഹരി കടത്തിയത് സലീമാണ് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഉള്ളത്. വിശദമായി ചോദ്യം ചെയ്താൽ മുമ്പുള്ള പല ലഹരി കടത്ത് കേസുകളും ഉൾപ്പെടെ തെളിയിക്കപ്പെടും എന്നുള്ളതാണ് പോലീസ് സംഘം കരുതുന്നത്. മാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിലും ഈ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുകയും പിന്നീട് അവിടെ നിന്ന് കാരിയർമാരെ ഉപയോഗിച്ച് അതെല്ലാം കടത്തുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതിന് പിന്നിലും സലീമിന് പങ്കുണ്ട് എന്നുള്ള ഒരു സംശയം പോലീസ് സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം കടക്കുന്നത്. സലീമിന്റെ അറസ്റ്റ് അല്പസമയത്തിന് തന്നെ രേഖപ്പെടുത്തും. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അബ്ദുൾ റാഷി IPS വ്യക്തമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘത്തിൽ നിന്ന് ലഭ്യമാവുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്. ഇന്നലെ പിടിയിലായത് 3 പേരായിരുന്നു. ദമ്പതികളും അതുപോലെ തന്നെ ഇവരുടെ ഒരു സുഹൃത്തും ആണ് ഇന്നലെ പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് സലീം തന്നെയാണ് ഇതിന്റെ എല്ലാ നേതൃത്വം നൽകിയെന്ന് മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വൻതോതിൽ ഈ ആഫ്രിക്കൻ സംഘത്തിന്റെ കയ്യിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങുകയും പിന്നാലെ ഇതെല്ലാം കോയമ്പത്തൂരിലേക്ക് എത്തുകയും കുനിയമ്പത്തൂർ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തിച്ച് അവിടെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ച ഇതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി മറ്റ് കാരിയർമാർക്ക് പല ഭാഗങ്ങളിലാക്കി കാരിയർമാർക്ക് നൽകി കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അയക്കുകയായിരുന്നു സലീമിന്റെ രീതി. അതിനുശേഷം കേരളത്തിലേക്ക് ഇയാൾ തനിച്ച് യാത്ര ചെയ്ത് രക്ഷപ്പെടുന്നു. അതിനുശേഷം കേരളത്തിൽ വെച്ച് തന്നെ ഇയാളെ ജില്ലാ ഡാൻസ് സംഘം അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഏതായാലും ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സലീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് പോലീസ് സംഘം കടക്കും. അതാണ് ഇക്ബാൽ, ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാനുമായി അത്തരം പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇപ്പോഴും സജീവമായി കേരളത്തിൽ പിടിമുറുക്കുന്നുണ്ട് എന്നതിന് തെളിവല്ലേ ഇത്? തീർച്ചയായും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊണ്ടുള്ള പരിശോധന വ്യാപകമായി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ ലഹരിക്കടത്ത് മാഫിയകൾ തന്നെ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലഹരിക്കടത്ത് നടത്തുന്നത്. ഈ സലീം കൃത്യമായി തന്നെ പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുകയും ഇന്നലെ ഈ കാരിയർമാരെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരാൻ ദേശീയപാത ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഉൾവഴികളിലൂടെ പാലക്കാട്ടേക്ക് സഞ്ചരിക്കാനായിരുന്നു ഇവർക്ക് നിർദ്ദേശം നൽകിയത്. പാലക്കാട് നിന്ന് വാളയാർ പുതുശ്ശേരി വഴി പാലക്കാട്ടേക്ക് പ്രവേശിക്കുന്നതിന് പകരം കോയമ്പത്തൂരിൽ നിന്ന് വാളയാർ വഴിക്ക് പാലക്കാട്ടേക്ക് പ്രവേശിക്കുന്നതിന് പകരം വേലന്താവളം ചിറ്റൂര് വഴിക്ക് ഉൾവഴികളിലൂടെ യാത്ര ചെയ്ത് പാലക്കാട്ടേക്ക് വരാനായിരുന്നു ഇയാൾ ഈ കാരിയർമാർക്ക് നിർദ്ദേശം നൽകിയത്. മുമ്പും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഉൾവഴികളിലൂടെയും ഗ്രാമവഴികളിലൂടെയും എല്ലാം സലീമിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി ലഹരിക്കടത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. മാത്രമല്ല ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉൾപ്പെടെ വ്യാപകമായി ഇയാൾ കേരളത്തിലേക്ക് ലഹരി കടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി
ചോദ്യം ചെയ്യും. ഇയാളുടെ കാരിയർമാരെ കണ്ടെത്തി മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് സംഘം കടക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ പോലീസ് സംഘം നീങ്ങിയിരിക്കുന്നത് ഇയാൾക്ക് ഈ ലഹരി എത്തിച്ചു നൽകുന്ന ബാംഗ്ലൂരിലെ സംഘത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അതൊരു അന്തർ സംസ്ഥാന ലഹരി മാഫിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആഫ്രിക്കൻ ബന്ധം കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കും. ബാംഗ്ലൂരിലേക്ക് ഉടൻ തന്നെ പ്രത്യേക സംഘം പോയി അവിടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന്റെ തീരുമാനം. യെസ്, അതാണ് ആഫ്രിക്കൻ സംഘമാണ് ഇതിന് പിന്നിൽ എന്നടക്കമുണ്ട്. അപ്പോൾ ആ രീതിയിലടക്കം വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലീമാണ് പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഇക്ബാൽ അറക്കൽ നൽകിയത്.